ഹലോ അസ്സലാമലൈക്കും. ഇവിടെ മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മളും ഇവിടെ ഹാപ്പിയാണ് കേട്ടോ. സൗണ്ട് എന്താണെന്നറിയില്ല, സൗണ്ട് ഇപ്പോഴും ആരോ ചങ്ക് പിടിച്ച പോലെ തന്നെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റിഷ മൊയ്തുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട് ഇപ്പോൾ ഏകദേശം പോകാനായിക്കണ്. അപ്പോൾ ഓളെ വീടും ശരിക്കും ഒന്നും കാണിച്ചിട്ടില്ലേന്ന് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചായ പരിപാടിയിലാണ്, ഞാൻ പറഞ്ഞില്ല, ചായക്കടയൊക്കെ ഉണ്ടാക്കി നല്ലോണം സൽക്കരിച്ചിട്ട് തന്നെയാണ് കേട്ടോ റിഷ വിട്ടിട്ടുള്ളത്. അപ്പോൾ പൊന്നൂസും മച്ചൂട്ടിയൊക്കെ നല്ല കളിയിലും കാര്യങ്ങളൊക്കെ ഓൾക്കും ഭയങ്കര സന്തോഷമായിരിക്കണം കേട്ടോ. അപ്പോൾ ഓര് പറഞ്ഞിട്ടുണ്ട്, ഉമ്മച്ചി നമുക്ക് ഇനി ഓരോ പെരേക്ക് പോകണമെന്ന്. അപ്പോൾ ഓൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. കാരണം കുട്ടികളൊപ്പം കളിക്കണം, കുട്ടികളാണെങ്കിലും ഇവിടെ അച്ചൂട്ടിയും അച്ചും കുട്ടികൾ നല്ല കമ്പനി ആയിരിക്കണം കേട്ടോ. പിന്നെ അവർ റിഷ ഓക്കും അച്ചൂട്ടിക്ക് കുറച്ച് ബണ്ണൊക്കെ കൊടുത്തിട്ടാ. അപ്പോൾ ഓരുണ്ടാക്കി വെച്ച ബണ്ണുകൾ ഉണ്ടായിരുന്നു, കുറച്ച് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടിക്ക് കൊടുത്താൽ ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ മക്കളെല്ലാവരും കൂടി അതിന് ബണ്ണൊക്കെ എടുക്കുകയാണ്. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് ചെന്നതും. ഓരോളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, എനിക്കും കുട്ടികൾക്കും. പിന്നെ മറ്റേ മക്കളെയും കൂടി കൊണ്ടുപോകാത്തൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 5 മണി 5:15 ആയിട്ടുണ്ട്. അപ്പം ഞാൻ കൂടെ പോകുന്ന വഴിയല്ല, വേറെ ഏതൊക്കെയോ റൂട്ടിൽ കൂടിയാണ് അടില്ല. അപ്പോൾ ഇതാ എൻ്റെ അച്ചുട്ടിക്ക് ഇതാ ബണ്ണൊക്കെ കൊടുത്തേക്കണ് കേട്ടോ. താത്ത ബണ്ണൊക്കെ കൊടുത്തേക്കണ്. താത്തല്ല, റിഷ വെച്ചാലേ സെയിം തന്നെയാണ് നമ്മളെ. അപ്പോൾ ഇതാ വണ്ണൊക്കെ കിട്ടിക്കുക അച്ചുട്ടിക്ക്. കടിക്ക് കുറേ വണ്ണുണ്ട്, ഇഷ്ടം പോലെ വണ്ണുണ്ടല്ലേ. ഒന്നിന് എയർബൻഡും അതേമാതിരി അല്ലേ എയർബൻഡ് അച്ഛനും പോവല്ലേ കൊടുത്തു പോരണാ. എന്റെ തോടും പാട പാത്ത് കുളിച്ചിന്റെ പാടും തോടൊക്കെ കാട്ടി കൊടുത്തു. ഈ പോരണാ, ഈ പോരണാ അവിടെ വണ്ടി മേലോ ഓട്ടോറിക്ഷ നാട്ടിലാ. ഞങ്ങൾ അച്ചുട്ടി ഇത് അവിടെ എത്തിക്കണേ, പോകാൻ വേണ്ടി അപ്പോൾ ഇത് മുന്നിൽ ഇറങ്ങിക്കണോള്. അങ്ങനെ അച്ചുട്ടി മുന്നിൽ തന്നെ അവിടെ ഇറങ്ങിക്കണം കേട്ടോ. അവളൊക്കെ ബണ്ണും എയർബൻഡും കിട്ടിയപ്പോൾ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയല്ല കേട്ടോ പോണത്, ഏത് ശരിക്കും അറിയൂല. ഏതായാലും പോയി നോക്കട്ടെ, ബസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ അങ്ങാടിക്ക് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. ഇല്ലേ അച്ചുട്ടി ബണ്ണും കൊണ്ട് ഓടും. അപ്പോൾ കുറേ ബണ്ണ് കിട്ടി. ഞോളെ കെട്ടിച്ചോളിട്ടാളെ ബണ്ണുണ്ട് അല്ലേ ബണ്ണോ അച്ഛ അല്ലേ? മടിയൊക്കെ കെട്ടിച്ചോളം എന്ന് പറഞ്ഞിട്ട് വണ്ടാണ്. വീഡിയോ ആണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ ഏതായാലും മലപ്പുറം ഖദീജ യൂട്യൂബറാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ എന്റെ വീഡിയോസിൽ പറഞ്ഞോണ്ട്. അപ്പൊ ഇതാ ഞങ്ങൾ കുറേ സത്യം പറഞ്ഞാൽ ഒരു മാസമായില്ലേ നമ്മൾ വരാറുണ്ട്. ഓരോരോ മുടക്കുകൾ, കുട്ടികൾക്ക് മഞ്ഞപ്പിത്തുണ്ടായി, പിന്നെ ചപ്പട്ടുണ്ടായി, അത് കഴിഞ്ഞ് ഇവർക്ക് കല്യാണം ഉണ്ടായി. അങ്ങനെ കുറേ ഒരു 2 മാസമായി ഈ കൂടിക്കാഴ്ച നീണ്ടു പോയിരുന്നു. അപ്പൊ ഏതായാലും സെറ്റായിട്ടുണ്ട്. പോയിട്ടാ പോയി മോളൂസേ ടാറ്റ ടാറ്റാ. ഈ മോളൂസേ മുണ്ടാത്തേ എന്നാ മറ്റേ കുട്ടി നീച്ചിടാനോ ചെല്ല വിളിച്ചൂടെ എന്നാ പോയി ഇൻഷാ അല്ലാഹ് ഞാൻ കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ. അവിടെ അങ്ങാടി കുറച്ചങ്ങോട്ട് പോയാൽ ഒരു അങ്ങാടി ഉണ്ടായിരുന്നു, പാടം തോടൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ അവളോട് വിളിച്ച് പറയുന്നുണ്ട് ആ സൈഡിലേക്ക് റോട്ടിന് പോകണം, അവിടെ ബസ് ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ എത്തിയിട്ട് വിളിക്കോണ്ടി. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ഞങ്ങളെ വരേക്ക് വരോണ്ടി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോന്നിട്ടുള്ളത്. പിന്നെ ഇതാ പൊന്നൂസും അച്ചുട്ടിയും വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. നേരം കുറേ ആയിട്ട് 5:15 കഴിഞ്ഞ് 6 മണിക്കൊക്കെ ബാങ്ക് കൊടുക്കൂലേ. അപ്പം ഞാൻ എപ്പോഴാണ് അവിടെ എത്തുക, ബസ് കിട്ടുമോ എന്ന് അറിയായിട്ടൊരു ഒരു ബേജാറും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നേരെ ഇങ്ങനെ വൈകുന്നിടത്തോളം നമുക്ക് പേടിയാണല്ലോ, അറിയാത്തൊരു സ്ഥലമാണ്. ഞങ്ങൾ ഏകദേശം ഞങ്ങൾ അവിടുന്ന് മടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. വന്നിട്ട് കുറേ നേരമായി. ഞങ്ങളൊരു 4 മണിക്ക് ഇവിടെ എത്തിക്കണം. ഞങ്ങൾ പെരേക്ക് മടങ്ങുകയാണ്. ഇനി കീപ്പോട്ട് കടിക്ക് വഴിയൊന്നും അറിയില്ല കേട്ടോ, ചോദിച്ചറിഞ്ഞിട്ട് പോകണം. അരികൂടെ നടക്കും. അപ്പോൾ ഇതാ ഇവിടെ പാടങ്ങളാണ്, നിറയെ പാടമുണ്ട് കേട്ടോ. കണ്ടില്ലേ, പാടവും തോടും പാത്തുകളൊക്കെ കുളിക്കാനും കളിക്കാനൊക്കെ വരുന്ന പാടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സാവധാനം ബസ് കിട്ടുമെന്ന് പറഞ്ഞ്
അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ മെല്ലെ സാവധാനം പോവുകയാണ്. 5:30 ബസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. 5:15 അവിടെ നിന്ന് ഇറങ്ങിക്കണം കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് അങ്ങാടി ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ അവൾക്ക് പാത്തോള് കളിക്കണ പാടും അതുപോലെ തന്നെ കുളിക്കാൻ വരുന്ന തോടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സാവധാനം ഇങ്ങനെ പോവുകയാണ് ഞാനും പൊന്നൂസും അച്ചൂട്ടിട്ടാ. അപ്പോൾ നേരെ ഇങ്ങനെ വൈകി കാണുമ്പോൾ പേടിയുണ്ട് ചെറുതായിട്ടിട്ടാ. കാരണം ശരിക്കും നമുക്കറിയാത്ത വഴിയാണ്. അപ്പോൾ ആനക്കയത്തേക്ക് അങ്ങാടിക്ക് എത്തിയാൽ പിന്നെ എപ്പോഴും ബസ്സുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കിട്ടാം. അപ്പോൾ അവിടം വരെ എത്തണ്ടേ. അപ്പോൾ ഇവിടുത്തെ ബസ് ഉണ്ടാവുമോ എന്ന് അറിയില്ല. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ പോന്നപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം ഉണ്ടോയെന്ന് അതും അറിയില്ല. അങ്ങനെ ഏതായാലും 7 മണി 7:15 ആയപ്പോൾ തന്നെ ഞങ്ങളിവിടെ പെരയിൽ എത്തിയിട്ടുണ്ട്. ഇക്ക ഉണ്ടായിരുന്നു അങ്ങാടിയിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെ വന്നത് കേട്ടോ. വന്ന പാടെ ഡ്രസ്സൊന്നും കഴിച്ചിട്ടാനൊന്നും എൻ്റെ അച്ചൂട്ടി നിന്നിട്ടില്ല കേട്ടോ. അച്ചൂട്ടി ഇതാ ബണ്ണുകളൊക്കെ പാടെ കെട്ടിക്കൂട്ടി എനിക്കതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കണ തിരക്കാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് പിന്നെ അങ്ങനെ തന്നെയല്ല, മുടിമക്കുത്തി മാല അതൊക്കെ ഭയങ്കര കാര്യമല്ലേ. അപ്പം അങ്ങനെ അച്ചൂട്ടിൻ്റെ ഫ്രണ്ട്സാക്കും ഓള് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ബണ്ണുകളൊക്കെ നാളെ സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഭയങ്കര പരാതി, മറ്റേ കുട്ടികൾക്ക് ഞങ്ങളെ കൊണ്ടുപോയില്ല, അമ്മച്ചി ഞങ്ങളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കം കുറുമ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എൻ്റെ കൊണ്ടുപോകാഞ്ഞ് പറഞ്ഞ് കുറേ കുറുമ്പൊക്കെ കാട്ടി വന്നതിന് ശേഷം മിഠായിക്ക് കായൊക്കെ കൊടുത്തപ്പോൾ അങ്ങോട്ട് നുള്ളോളിയൊക്കെ മാറിയിട്ടാണ്. അപ്പോൾ നമ്മൾ അച്ചുട്ടി ഇതാ അവിടെ എയർബെൻഡ് എടുത്ത് നോക്കണ തിരക്കാണ്. എയർബെൻഡ് എടുത്ത് നോക്കണം. എന്തോ ഒരു രസമല്ല അച്ചു. അത് ശരിക്കും ഒട്ടിയിട്ടില്ല, പക്ഷെ കമ്മിയായതുകൊണ്ട് ഒട്ടിയിട്ടില്ല ശരിക്കും. പിന്നെ ഇതാ എൻ്റെ അച്ചുട്ടി കുറേ ബണ്ണുകൾ, നല്ല അടിപൊളി ബണ്ണുകൾ ഇഷ്ടംപോലെ കൊടുത്തിരുന്നിട്ട് റിഷ. അപ്പോൾ ഇത് അച്ചുട്ടിക്ക് ബണ്ണ് ഉണ്ടാക്കാനും കൊടുത്തിക്കണ്, അതേമാതിരി കുറേ ഉണ്ടാക്കി വെച്ച ബണ്ണും കൊടുത്തിക്കണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചുട്ടിക്ക് ഇനി കെട്ടിച്ചോളം മുടിമ ചൂടാനുള്ള ബണ്ണുണ്ട്. അല്ല ഓരോരോ ബണ്ണുകൾ ഇടുക കഴിച്ച അങ്ങനെയാണ്. അച്ചുട്ടിക്ക് ഇഷ്ടമായ ഇതൊക്കെ ബണ്ണ് ഉണ്ടാക്കാനാണ് അച്ചുവാ. ഇതൊക്കെ മുറിച്ചിക്കാൻ ഉണ്ടാക്കി തരണ്ട അമ്മച്ചിട്ടാ. ഇതൊക്കെ നല്ല രസം അച്ചു. എൻ്റെ അച്ചുട്ടി അപ്പോൾ ഇതിന് മുടി വണ്ണ് കെട്ടലടങ്ങിയിരിക്കണം. ഉടുപ്പാ കഴിച്ചിട്ട് മാറ്റി എന്നിട്ട് കെട്ടാം നമുക്ക്. അച്ചുട്ടി അല്ലെങ്കിൽ മുടിയില്ല, പക്ഷെ എന്നാലും ഒക്കെ അങ്ങനെ കെട്ടണം. ഇതാ കുട്ടിയാൾക്ക് ഇതാ കുഞ്ഞുവട്ടാണ് ഇത് അച്ചുവിന്. ഇതാണ് അച്ഛനും അടുത്ത കുഞ്ഞുവട്ട. ഇത് കുഞ്ഞുവട്ട. ഇതാ പല വിധം ബണ്ണുകൾ ഉണ്ടിട്ടാ. കുറേ കാലഞ്ഞ് കെട്ടാനുള്ള മുടിമ കുത്തി വയ്ക്കണ്. ഒക്കെ എങ്ങനെ അമ്മച്ചിക്ക് അറിയില്ല, നോക്കണം. ഏതായാലും ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. ബസ്സിൽ കുത്തി അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടും. ഏതായാലും അച്ചുട്ടിയൊക്കെ ഒരു സീറ്റിലൊക്കെ പിടിച്ച് അല്ല എന്തോ ഒരു ചൊർക്ക്. അച്ചുട്ടി കുഞ്ഞി മുടി ഉണ്ടാ മുടിമ കെട്ടിക്കാണ്ട് നിങ്ങളോള്. പൊന്നൂട്ടി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.